ഫോൺ സംഭാഷണം ജസ്റ്റ് ഒന്ന് കേൾക്കാം. മോശമായിട്ടുള്ള വേണമെങ്കിൽ ഫോൺ സംഭാഷണം ജസ്റ്റ് ഒന്ന് കേൾക്കാം. മേഡം കണ്ടായിരുന്നു 2-3 പ്രാവശ്യം കാർ ഇങ്ങനെ കൊണ്ടുവന്ന് കയറി തട്ടാൻ പോയത് മേഡം കണ്ടായിരുന്നു. ആരുടെ കാർ തട്ടാൻ പോയി? നിങ്ങളുടെ കാറില് തട്ടാൻ വേണ്ടിട്ട് പോയത്. നിങ്ങളുടെ റഫ് ഡ്രൈവിംഗ് കൊണ്ടല്ലേ തട്ടാൻ പോയത്? ഞാനൊരു വേറൊരു കാര്യം പറയാം. ഞങ്ങൾ അതിനുശേഷം കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. മറ്റ് 2 വണ്ടികളിൽ നിങ്ങൾ ഇതേ സമാനമായി ഞങ്ങളുടെ വണ്ടിയിൽ ഞാൻ തിരിഞ്ഞു നോക്കാനുള്ള കാരണം തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ തട്ടാൻ പോകുന്നു ആദ്യം. അതിനുശേഷം ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിനുശേഷം എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. അതിനുശേഷമുള്ള 2 വണ്ടികളിൽ നിങ്ങൾ സമാനമായി തട്ടാൻ പോകുന്നുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങളെ ഒരു മോശമായ ഒരു അസഭ്യമായ രീതിയിൽ നിങ്ങളൊരു ആക്ഷൻ കാണിച്ചു. അതിനെ തുടർന്നാണ് ഞങ്ങൾ മുമ്പോട്ട്. കാരണം ഒരു സ്ത്രീ അതിൽ പ്രതികരിക്കണം എന്നുള്ള ബോധ്യമുള്ള ആളാണ് ഞാനും കണ്ടു, സിസ്റ്ററും കണ്ടതാണ്. അത് അവരവിടെ നിന്നവരോടും സിസ്റ്റർ തന്നെ അത് കാണിച്ചു കൊടുത്തു, ഇതാണ് കാണിച്ചത് എന്നുള്ളത്. ഞങ്ങളുടെ അതിന് ശേഷമുള്ള വീഡിയോ ഉണ്ട്. ഞാനൊരു സ്ത്രീയാണ്, എനിക്കതിൽ പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്നുള്ളത്. അല്ലാതെ ഞാൻ മേയർ ആയതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. അല്ല, ആക്ഷൻ അത് എനിക്കിപ്പോൾ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലല്ലോ. ഞാനത് പിന്നെ പോലീസിനോടോ അത് നിയമപരമായി നമുക്ക് എന്താന്ന് വെച്ചാൽ അത് ചെയ്യാം. അത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് കാണിച്ചത് കൊണ്ടും നിങ്ങൾ അതിനുശേഷം 2 വണ്ടികൾ തൊട്ട് പുറകിലായി വന്ന ഒരു വൈറ്റ് കാറിലും ഒരു ഓട്ടോയിലും നിങ്ങൾ അതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. തുടർച്ചയായി നിങ്ങൾ തട്ടാൻ വേണ്ടി പോകുന്നു. വളരെ സ്പീഡിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് സൂപ്പർ ഫാസ്റ്റ് ആണ്. പക്ഷെ അതിലും പാലിക്കേണ്ട നിയമങ്ങളുണ്ടല്ലോ. ശരി, അത് അപ്പോൾ ആ രാത്രി വിളിക്കുമ്പോഴും ആര്യ പറയുന്നുണ്ട്, ഈ ആംഗ്യത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. താങ്കൾ ഒരു ഘട്ടത്തിൽ എന്താണ് ആംഗ്യം എന്ന് എനിക്ക് ഓർമ്മയില്ല എന്നും പറയുന്നുണ്ട്. താങ്കൾ ആംഗ്യം കാണിച്ചിട്ടില്ല താങ്കൾ ഇപ്പോൾ പറയുന്നു, ഓർമ്മയില്ല എന്നും താങ്കൾ പറയുന്നുണ്ട്. ശരി, ആംഗ്യത്തിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് മാഡം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നെന്ന് എനിക്കറിയത്തില്ല. കാറിൽ തട്ടാൻ വരുന്നതിന് മുമ്പായിട്ട് തിരിഞ്ഞു നോക്കുകയായിരുന്നു. കാറിൽ തട്ടാൻ വരുന്നതെന്ന് വെച്ചാൽ കാറിൻ്റെ ബാക്കിൽ തട്ടാനാണോ, സൈഡിൽ കൂടെ പോയപ്പോൾ തട്ടാൻ പോയതാണോ? എന്തായാലും ഒരു ഡ്രൈവർ ഇരുട്ടത്തിരിക്കുന്ന, ഞാനൊരു കാര്യം പറയാം, വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഞാനൊരു ബസ് KSRTCയിൽ നിന്ന് ഒരു അനുവാദം വാങ്ങിച്ചിട്ട് ഒരു ബസ് എടുത്ത് പട്ടത്തിൽ നിങ്ങൾ വരികയാണ്. ഫ്രണ്ടിൽ നിങ്ങൾ കാറിൽ പൊക്കോ. തിരിഞ്ഞു നോക്കുമ്പോൾ ഡ്രൈവർ അകത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഡ്രൈവറിൻ്റെ വല്ല ചേഷ്ടകളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സമ്മതിച്ചു തരാം. ഒരു ഡ്രൈവറിൻ്റെ ഒരു ചേഷ്ടയും തിരിഞ്ഞു നോക്കിയാലും കാണാൻ പറ്റില്ല. ഈ പൊക്കത്തിരിക്കുന്ന വണ്ടി കാറിൻ്റെ തൊട്ടടുത്തൂടെ പോകുമ്പോൾ എങ്ങനെ തിരിഞ്ഞു നോക്കിയാലും ബസ്സിൻ്റെ താഴ്ഭാഗത്തെ 2-4 ലൈറ്റുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. 4 ലൈറ്റും പറ്റുമെങ്കിൽ കാഴ്ച കൂടുതലുണ്ടെങ്കിൽ നമ്പർ പ്ലേറ്റിൻ്റെ നമ്പറും കാണാം. ഇത്രയും പ്രകാശം അടിച്ച് വണ്ടി ഓടിച്ച് വരുന്ന വണ്ടിയിൽ, അതുമല്ലാതെ അവർ പറയുന്നതെന്ന് വെച്ചാൽ നല്ല റാഷ് ഡ്രൈവിംഗ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ആദ്യമേ പറയണം റാഷ് ഡ്രൈവിങ്, അത് കഴിഞ്ഞ് ഇടിക്കാൻ വരുന്നെന്ന് പറയുന്നു. പല വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ഒരു രക്ഷയില്ലാതെയാണ് പറയുന്നത് ഇങ്ങനെ ചേഷ്ട കാണിച്ചു. ഒരു പെണ്ണിന് രക്ഷപ്പെടാൻ പറ്റുന്നത് ചേഷ്ട എന്ന് പറഞ്ഞു. ഞാൻ പറയണം നാളെ മാഡം എൻ്റെ അടുത്ത് ചേഷ്ട കാണിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്ന് വണ്ടി ഇടിക്കാൻ പോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യൂ? ശരി, സപ്പോർട്ട് ചെയ്യില്ല. ഒരു പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ ചേഷ്ട കാണിച്ചു, അല്ലെങ്കിൽ അവനെ എന്നെ കയറി പിടിക്കാൻ വന്നു, അല്ലെങ്കിൽ അവനെ എന്തെങ്കിലും കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നെ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്. എന്തോ ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പം തന്നെ മെമ്മറി കാർഡ് അവർ പലതും പറയും. ലഹരി ഉപയോഗിക്കാത്ത എന്നെക്കുറിച്ച്, ഞാൻ ബിസ്ക്കറ്റ് തിന്നിട്ട് എൻ്റെ കവർ കളഞ്ഞതിന് ലഹരി ഉപയോഗിച്ചെന്ന് പറഞ്ഞ് തന്നെ എൻ്റെ ബാഗിൽ നിന്ന് ബിസ്ക്കറ്റിൻ്റെ കവർ എടുത്ത് കഴിച്ച് തീർന്നതിൻ്റെ കവർ എടുത്ത് കളഞ്ഞ നീളമുള്ള കവറാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ആ കഴിച്ച ബിസ്ക്കറ്റിൻ്റെ നീളമുള്ള കവർ എടുത്ത് കളഞ്ഞതിന് പറയുന്നത് ലഹരി യൂസ് ചെയ്തു. എന്തോന്ന് വെച്ചാൽ ഇവർ ഒരു എന്തോ കല്യാണ പാർട്ടിക്ക് പോയിട്ട് വന്നതാണ് ഈ മാഡവും സംഘവും. ഇവർ ലഹരി യൂസ് ചെയ്തെന്ന് ആരും ചെക്ക് ചെയ്തില്ല. എൻ്റെത് ചെക്ക് ചെയ്തല്ലോ. എൻ്റെത് ചെക്ക് ചെയ്തപ്പോൾ അവിടെ നെഗറ്റീവ് ആണല്ലോ ലഹരി യൂസ് ചെയ്തെങ്കിൽ. ക്ലിയർ അല്ലേ സാറേ? മദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഉള്ളതാണ്, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉപയോഗിക്കാറുണ്ടോ ഇത്? അതിപ്പോൾ അങ്ങനെയായി. നേരത്തെ അങ്ങനെ പറഞ്ഞ് കഞ്ചാവെന്നാണ് അവർ പറഞ്ഞത്, പിന്നെ പറഞ്ഞ് MDMA എന്ന് പറഞ്ഞു, ഇപ്പോൾ പറയുന്നത് പുകയില ഉൽപ്പന്നം എന്ന് പറയുന്നത്. അവർക്ക് തോന്നിയ ദിവസം പോലെ പറയാം. അവർക്ക് പവർ ഇരിക്കുന്നത്, അവർ പറഞ്ഞ് അവരെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന പാർട്ടിക്കാരോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ പാർട്ടിക്കാർ മൊത്തത്തിൽ ഞാൻ അധിക്ഷേപിക്കുകയില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു കവർ പുറത്തേക്ക് ഇടുന്നുണ്ട്, അത് ബിസ്ക്കറ്റ് കവറാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് കേസുമായി അതിന് വലിയ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതല്ലടാ മറ്റേത്. ആ കവർ, ഒരു കവർ ഇടുന്നുണ്ട് യദു ആ വിഷ്വലിൽ. ബിസ്ക്കറ്റിൻ്റെ കവറാണ്.
അങ്ങനെ ഒരു കവർ പുറത്തിട്ടതെങ്കിൽ അപ്പോൾ മാഡം എടുത്ത് വെക്കാത്തത്, ഏതെങ്കിലും കവർ എടുത്ത് വെക്കണ്ട. അപ്പോൾ തന്നെ ഈ കവർ എന്താണെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യാത്തത് ഇത്രയും രോക്ഷം കൊണ്ട് മാഡം. അത് അന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല, ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടില്ലേ വീഡിയോ കണ്ടപ്പോൾ? അത് ബിസ്ക്കറ്റിൻ്റെ കവറാണോ? അത് ബിസ്ക്കറ്റിൻ്റെ കവറാണോ? ഞാൻ ബിസ്ക്കറ്റ് കപ്പലണ്ടി കപ്പലണ്ടി കഴിക്കാറുണ്ട്. ഉറക്കം വരാതിരിക്കാൻ വേണ്ടി കഴിച്ച് ബാക്കി ബാഗിൻ്റെ അകത്ത് വെച്ചേക്കും. വേസ്റ്റ് ആയപ്പോൾ ഇപ്പോൾ ഇവരെന്തായാലും ഡോറ് തുറന്നതല്ലേ, അങ്ങ് കളയാമെന്ന് വിചാരിച്ച് കളഞ്ഞതാണ്. സാധാരണ ഞാൻ ഡിപ്പയിൽ പോയിട്ടാണ് എടുത്ത് കളയുന്നത്. പിന്നെ കുറേ ആൾക്കാർ ഈ ആഹാരം കഴിക്കുന്ന ബിസ്ക്കറ്റ് കപ്പലണ്ടി ആയാലും ഫ്രണ്ടിൽ നമ്മുടെ ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയൊക്കെ ഇടയിൽ വന്ന് കിടക്കും. അതായാലും ഞാൻ എടുത്ത് കളയാറുണ്ട്. ആ വിഷ്വൽ കണ്ട് ആരോ പറയുന്നുണ്ടായിരുന്നു, എന്താണ് ഇളം നീല സിൽവർ കളറിൽ കൂൾ എന്നെന്തോ പറയുന്നുണ്ടോ, ലഹരി ഉൽപ്പന്നാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? കൂൾ എന്ന ബ്രാൻഡ് ബിസ്ക്കറ്റ് ഉണ്ടോ ഇതു? അതെന്തോ എനിക്കറിഞ്ഞൂടാ. കൂളെന്നൊക്കെ പറയുന്നെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാർ വെച്ചായിരിക്കും, അല്ലെങ്കിൽ ഞാനല്ല. ഇതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടോ KSRTC? അത് കാണുമായിരിക്കും, അതെനിക്കറിയത്തില്ല. ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ടോയെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയൊന്നും ചെയ്യാറില്ല. അവർ ഉപയോഗിക്കാതെ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഉപയോഗിക്കാറില്ല. ഇന്ന് പരാതി അവരുപയോഗിക്കാത്ത അവരെ കാര്യം. ഇന്ന് പരാതിയുമായി കമ്മീഷൻ എടുത്ത് പോയി ഈ കാര്യങ്ങൾ പറഞ്ഞു. എന്തായിരുന്നു അവിടെ നിന്നുള്ള ഒരു സമീപനം? ഞാൻ ഇന്നലെയാണ് പോയത്. ഇന്ന് എല്ലായിടവും അവധിയായിരുന്നുകൊണ്ട് ഇന്നലെയാണ് പോയത്. ഇന്നലെ കമ്മീഷണർ ഓഫീസിൽ പോയപ്പോൾ പരാതിയിൽ അപ്പോഴും അവിടുത്തെ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ, സാറ് കണ്ടുടനെ പറയുന്നു, നീ ഇന്ന കേസിൽ നിങ്ങൾ പറഞ്ഞ പോലെ നേരത്തെ ലൈംഗിക അതിക്രമ കേസിലുള്ള വ്യക്തിയല്ലേ എന്ന് ആദ്യം ചോദിച്ചു. പിന്നെ ചോദിച്ചു, നിങ്ങളെ പേരിൽ തമ്പാനൂർ ഇന്ന കേസ്, പേരൂക്കട ഇന്ന കേസ്, നേമത്ത് ഇന്ന കേസൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നുമില്ല, നേരത്തെ അങ്ങനെ കേസുകൾ വന്ന് പെറ്റി അടച്ചു, അത് ഒഴിഞ്ഞു പോയി. പിന്നെ മറ്റത് അത് സ്വാഭാവികമായിട്ട് പാർട്ടിപരമായിട്ടുള്ള പ്രശ്നത്തിൽ ഉണ്ടായതാണ്, അതും സോൾവായി. അത് പക്ഷേ ഇവിടെ കിടപ്പുണ്ടല്ലോ, നിങ്ങളെക്കുറിച്ച് നെഗറ്റീവാണല്ലോ ഇതിൽ കേസ് ഹിസ്റ്ററിയിൽ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ അങ്ങ് പറയുകയാണ്. അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ട്, സാറേ ഈ പരാതിയുടെ നടപടി എന്താണെന്നൊക്കെ ചോദിച്ചാലും ഒന്നും മിണ്ടാത്തൊരവസ്ഥയാണ്. ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, എൻ്റെ ന്യായം കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു റെസിപ്റ്റ് കൊടുത്ത് വിട്ടേക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ റെസിപ്റ്റ് വാങ്ങിച്ചു ഇങ്ങ് പോന്നു. ഞാൻ അല്പസമയം തുടരണം, ഇടവേളയിലേക്ക് പോകണം.